അമ്മേ, മേഘേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. മൂന്നാറിൽ വെച്ച് കണ്ണേട്ടനെ ഏട്ടത്തിയൊക്കെ കണ്ടെന്നും പറഞ്ഞു. ഏട്ടത്തിന്റെ കൈയും പിടിച്ച് ഏട്ടൻ നടക്കുന്നൊക്കെ കണ്ടെന്നാ പറഞ്ഞേ. എടാ, എന്തൊക്കെയാടാ അവൻ വിളിച്ചു പറയുന്നേ? മദ്യലഹരിയിൽ കണ്ടെന്നൊക്കെയാ പറഞ്ഞത്. കണ്ടത് അവരെയാണെന്ന് ഉറപ്പൊന്നുമില്ല. എടാ, ആയിരിക്കത്തില്ല. ഏത് നേരവും കണ്ണൻ നടക്കുവോ എന്നുള്ള ചിന്തയിലല്ലേ അവനും നമ്മളൊക്കെ നടക്കുന്നത്. എടാ, അതുകൊണ്ട് അവന് വെറുതെ തോന്നിയതായിരിക്കും. അല്ല അമ്മേ, അവര് മൂന്നാറിലേക്കല്ലേ അമ്മേ പോയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കണ്ണേട്ടൻ പതിവില്ലാതെ മലയ്ക്കും പോയി. ഇനി മല നടന്നു കയറിയതാണെങ്കിലോ? എടാ, അത്രയ്ക്കൊക്കെ അവന്റെ കാലിന് സ്വാധീനം വന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? എടാ എടാ സംശയിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ? അല്ലെങ്കിൽ തന്നെ കാലിന് സ്വാധീനം കിട്ടിയ അവനത് തുറന്നു പറയാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പൊ അവൻ പറഞ്ഞില്ലെങ്കിലും അവന്റെ ഭാര്യ പറയാതിരിക്കോ? അങ്ങനെയാണെങ്കിൽ അവൾ അവന്റെ കൈയും പിടിച്ചോണ്ടേ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയേനെ. എന്റെ ഭർത്താവ് നടന്നു തുടങ്ങിയെന്ന് അവള് ഈ ലോകത്തോട് വിളിച്ചു കൂവിയേനെ. അതൊക്കെ ശരിയാ. സംശയം പറഞ്ഞപ്പോ ആകെ ഒരു പേടി. കണ്ണേട്ടന്റെ വലതുകാലിനൊപ്പം ഇടതുകാലം ചലിക്കുന്നത് പലതവണ പലരും കണ്ടതാ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നു കാണുമ്പോ അങ്ങനെ പിന്നെ കാലനക്കത്തില്ല. ഇതുവരെ അവര് കാട്ടിക്കൂട്ടിയതൊക്കെ അഭിനയായിരുന്നല്ലോ. അതുപോലെ ഇവിടെ നല്ല അസലായിട്ട് അഭിനയിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? എടാ, ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഇനി കണ്ണൻ നടക്കാനൊന്നും പോകുന്നില്ല. ഇത്തിരി കള്ളു തലേ ചെന്ന് കഴിഞ്ഞാ പിന്നെ മേഘം വേറൊരാളാ. അതൊക്കെ നമുക്ക് അനുഭവം ഉള്ളതല്ലേ. പിന്നെ ഇനി അതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. കള്ളും കുടിച്ചോണ്ട് വേറെ ആരെങ്കിലും നടന്നു പോകുന്നത് കണ്ടു കാണും. അത് കണ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ടാവും. അതാണ് സത്യം. നീ ഇനി അത് ഓർത്തോണ്ട് നടക്കണ്ട. അല്ലെങ്കിൽ തന്നെ കരുണ ഇനി തിരിച്ചു വരുന്നില്ല എന്നും പറഞ്ഞ് നടക്കുക. അതിന്റെ കൂടെ ഇനി കണ്ണൻ നടന്നെന്ന് കൂടി അറിഞ്ഞാ പിന്നെ നിന്റെ കൈ പിടിച്ച് നടക്കാൻ കരുണയുണ്ടാവില്ല. അത് നീ ഓർത്തോ.